പേടിയുണ്ടോ? പ്രത്യേകിച്ച് സുമതി വളവെന്നൊരു പേര് ഓൾറെഡി ആള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇല്ല, എല്ലാവരും പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുമതി വളവ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയി. നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമകൾ, അല്ല അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്. അതൊരുപാട് ഹിറ്റായേക്കുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ മുന്നേ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സുമതി വളവിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇതൊരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം. അതുകൊണ്ട് ഇതിലെല്ലാം വേണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്. അടുത്ത ഷോട്ടിൽ ജംപ് ഷോട്ട് ആയിരിക്കും. ഇങ്ങനെ സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല. ഇതുവരെ കണ്ടിട്ടുള്ള ഓർച്ചിസ്റ്റങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം ബ്രേക്ക് ചെയ്യുക 1-2 പോയിന്റുകൾ ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും റിസർച്ച് ചെയ്തായിരുന്നു. നമ്മൾ റിസർച്ചിനുപരി എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ 90s സിനിമകൾ തന്നെയായിരുന്നു. ഞാനപ്പോൾ കാസ്റ്റിനോട് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ സിനിമകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ്. അപ്പോൾ ഈ 90s ലേറ്റ് 80s ഉണ്ടായിരുന്ന സിനിമകൾ, അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് 1-2 സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട്. അതായത് ശരിയാണ്, ഇതിനൊരു പ്രത്യേക കിക്കുണ്ട്. എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക, ഇൻ്റർനാഷണൽ ക്വാളിറ്റിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുറേ നാടൻ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്ത് അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റിസർച്ച്. ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഫിലിം. പിന്നെ സുമതി വളവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട് അഭിലാഷേട്ടാ. നമ്മുടെ സിനിമ ഇപ്പോൾ കേരള ജനതയിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ സോളിഡായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവൻറ്റ്സ്, ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവൻറ്റ്സ്. സുമതി വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണുവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്, ശരിക്കും സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതി വളവിൻ്റെ കഥയാന്ന് കരുതിയിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങൾ എല്ലാ ഇൻ്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് കുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവ് കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ പലതിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവൻറ്റ്സാണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ കമൻ്റ് ഇട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞതല്ല, പുള്ളിയുടെ ചിന്തയിൽ ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥയല്ല. ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി, ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ.